2026 തുടർഭരണം ലക്ഷ്യമിടുന്ന CPM ഇപ്പോൾ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് LDFന് തുടർഭരണം എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് CPMന്, അതിനും അപ്പുറത്തേക്ക് തുടർഭരണം ആഗ്രഹിക്കുന്നത് പിണറായി വിജയനും മാത്രമാണ്. LDFിലെ ഘടകകക്ഷിയായ CPI തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വന്നത് ഇനി മൂന്നാമത് ഭരണം കിട്ടരുത് എന്നാണ്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം പാർട്ടി നിലവിടും എന്ന് CPIക്കാർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർഭരണത്തിന് ആഗ്രഹിക്കുന്നത് CPM, പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിൽ അങ്ങനെ ഒന്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി, ഇവരെല്ലാവരും തന്നെ. അത് ഈ CPMനെ അല്പം അങ്കലാപ്പ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഒന്നടങ്കം UDFിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് പോയിരിക്കുന്നത്. 2018 ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ CPMന് തിരിച്ചടി ഉണ്ടായി. 2019 ആ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് പോയി. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ. ഈ ഗ്യാലറി കളി കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരെ വിജയിക്കുകയായിരുന്നു ചെയ്തത്. 2024 വന്നപ്പോഴേക്കും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് പോയി. അപ്പോൾ 2026 എങ്ങോട്ടേക്ക് പോകും ഹൈന്ദവ വോട്ടുകൾ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ ഹൈന്ദവരിൽ നല്ല പങ്കും CPMകാരാണ്. CPMകാരായിട്ടുള്ളവർ, അത് പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് പോയിട്ടുണ്ട്. MV ഗോവിന്ദൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്ര വളരെ സുരക്ഷിതരായി ഇരിക്കണം. ഈ അങ്ങനെ പോയിട്ടുള്ള വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുള്ളത് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം. BJPയിൽ പോയത് എത്ര തിരിച്ചു പിടിക്കും? കാരണം BJP സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. 2026 കേരളം ഭരിക്കും എന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മറ്റാരെങ്കിലും ഒരു നേതാവ് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ പറയും, അതിൽ വലിയ കഴപ്പൊന്നുമില്ല, അത് ഉമ്മ പിച്ചും പേയും പറയുകയാണെന്ന്. അമിത്ഷാ പറഞ്ഞതുകൊണ്ട് നമ്മൾ മുഖവിലക്കെടുക്കണം. അതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ ഇതെങ്ങനെ എന്നുള്ള ആർക്കും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ പിടി കൊടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ വിജയം. അമിത്ഷാ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും അമിത്ഷാ പറഞ്ഞ ആ ചോദ്യചിഹ്നത്തോടുകൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഹൈന്ദവ വോട്ടുകൾ പിണറായി വിജയൻ തിരിച്ചു കൊണ്ടുപോകുമോ? അതാണ് അറിയേണ്ടത്. 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുമ്പിൽ നിന്നത്. 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഈ 2ാം സ്ഥാനവും 1ാം സ്ഥാനവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല, ചെറിയ വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതും പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഈ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2019 കൈ പൊള്ളിയല്ലോ ശബരിമല വിഷയത്തിൽ. ആ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. ഞങ്ങൾ ഹൈന്ദവരോടൊപ്പമുണ്ട്. ശബരിമല മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമാണ്. ശബരിമലയെ നമുക്ക് സംരക്ഷിക്കണം. ലോകത്തുള്ള
രാജ്യത്തുള്ളതല്ല, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തര് ശബരിമലയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവ വികാരം ഇളക്കി വിടുകയാണ്. അപ്പോൾ പിണറായി വിജയന് ഈ മാസം 20-ാം തീയതി ശരണം വിളികളോടുകൂടി പമ്പയിൽ എതിരേൽക്കുമ്പോൾ പിണറായി വിജയൻ ആ ശരണം ഏറ്റുവിളിക്കുമോ? സന്നിധാനത്തേക്ക് നെയ്ത്തേങ്ങ കൊടുത്തു വിടുമോ? ഇങ്ങനെയുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പിണറായി ശരണം ഏറ്റുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം വേറെ തരത്തിലൂടെ മാറുകയും ചെയ്യും. ഹൈന്ദവ വോട്ടുകളെ ഏത് തരത്തിൽ ഏകീകരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം മാറ്റും ഭക്തരോടൊപ്പമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊടുത്തിരുന്നു, കോടതി വിധിയുടെ യോജിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടി? ഞങ്ങൾ ഭക്തരോടൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ശബരിമല യുവതീ പ്രവേശ വിഷയം വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? 2 സീറ്റിനും 10 വോട്ടിനും വേണ്ടി തീരുമാനം മാറ്റുന്നവരല്ല. ആ ധിക്കാരത്തോടുകൂടിയുള്ള വർത്തമാനമാണ് കേരളത്തിലെ ഭക്തലക്ഷങ്ങളെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് NSSന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടന്നതും. ആ NSS SNDPയും പിന്നീട് നവോത്ഥാന മതിലിന് പിന്തുണയുമായിട്ടെത്തിയ നേതൃത്വം കൊടുത്ത SNDP അവരൊക്കെ ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്തുണയുമായിട്ട് എത്തിയിട്ടുണ്ട്. അയ്യപ്പ ഭക്ത സംഗമമൊക്കെ നല്ലത് തന്നെയാണ്, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിനു പിന്നിലുള്ള ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യം അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക നമുക്കറിയാം. ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ തീർത്ഥാടന കാലത്ത് വന്ന് മറിയുന്നത് തന്നെ കോടിക്കണക്കിന് രൂപയാണ്. കേരളത്തിലെ മാർക്കറ്റ് മുഴുവൻ ഉണരുന്ന ഒരു സമയമാണ് തീർത്ഥാടന കാലം. 3000 കോടി ആ സമയത്ത് കേരളത്തിലെ മാർക്കറ്റിൽ മറിയുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ. അപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിനകത്തുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൂടിയാണ് തീർത്ഥാടന വഴിയിലുണ്ടാകുന്ന കച്ചവടവും കാര്യങ്ങളും. അങ്ങനെ ശബരിമല കേരളത്തിന് വലിയ വരുമാനം നേടിക്കൊടുക്കുന്ന ഇടമായി മാറുന്നുണ്ട്. അതിനെ വളർത്തിക്കൊണ്ടുവരാം, നല്ലത് തന്നെയാണ്, അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ മാർക്കറ്റ് ഉണരുന്ന രീതിയിൽ തന്നെ നമ്മുടെ തീർത്ഥാടന ടൂറിസം വർദ്ധിച്ചു വരണം. ശബരിമല മാത്രമല്ല, ശബരിമലയോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, ശബരിമല പാതയിൽ തന്നെ എരുമേലിയായാലും അതുപോലെ തന്നെ തിരുവനന്തപുരം ആറ്റുകാൽ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇവയൊക്കെ ഈ സമയത്ത് ഉണരുന്ന ഇടങ്ങളാണ്. അവിടുത്തെ മാർക്കറ്റും ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അയ്യപ്പ ഭക്ത സംഗമവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഗമവും കൊണ്ട് നേടുന്നുണ്ടെങ്കിൽ നല്ലതായിക്കൊള്ളട്ടെ. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യം ഇതാണെന്നുള്ളതാണ്. അത് പിണറായി വിജയൻ എത്ര വിജയിക്കും എന്നുള്ളത് നമുക്ക് 2026 കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.